ഞാനൊന്നുമാകാൻ ആരും സമ്മതിക്കില്ല. ആരും എന്തിനിറങ്ങിയാലും എനിക്കെതിരെ നിൽക്കുകയുള്ളൂ എല്ലാവരും. നിനക്കറിയാവുന്നതാണല്ലോ, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ് ടീച്ചർമാർ എന്നെ പറ്റി എന്താ പറയാറുള്ളത്? ഞാൻ വലിയ ആരോ ആകുമെന്ന്. എന്നിട്ടെന്തായി? കോളേജിലെ എൻ്റെ ഓരോ പ്രകടനങ്ങൾക്കും ഓടി വന്ന് കെട്ടിപ്പിടിച്ച് മുത്തം തന്ന് നിന്റെ അഭിമാനമാണ് ഞാനെന്ന് പറയാറുള്ള ആ നീ ഇന്നവിടെ? സ്വപ്നമായിരുന്നടാ ആരോ ആകുമെന്ന്. സ്പോർട്സിലും മ്യൂസിക്കിലും സയൻസിലെ ലിറ്ററേച്ചറിൽ എവിടെയും ഞാനൊന്നും ആയില്ല. സത്യമെന്ന് ഞാൻ വിശ്വസിക്കുന്ന, കണ്ടെത്തുമെന്ന് എനിക്ക് ഉറപ്പുള്ള, എനിക്കിഷ്ടമുള്ള ഒരു കാര്യത്തിൽ നിന്നാണ് നീ എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നത്. അവിശ്വാസത്തിൻ്റെ അല്ല, വിശ്വാസത്തിൻ്റെ ഉള്ള നീ തുറക്കേണ്ടത്. സ്നേഹത്തിൻ്റെ ഉള്ള. ഞാനൊന്ന് റെഡിയാകട്ടെ. ഗോവിന്ദൻകുട്ടി എവിടെ? ഗോവിന്ദൻകുട്ടി, ഗോവിന്ദൻകുട്ടി! എന്താ, പുള്ളി പിണങ്ങിപ്പോയതാണോ? എൻ്റെ വിഷമത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. അതവന് ഫീൽ ചെയ്തെന്ന് തോന്നുന്നു. നമുക്ക് വീട്ടിൽ പോയി കണ്ട് സോറി പറയാം. ഹലോ ഹലോ. ഗോവിന്ദൻകുട്ടി, അല്ല ഇവൻ ഇതെന്ത് പറ്റി? ഒരു കപ്പ് സാസറും. ഇത് കഴിയട്ടെ. അർജന്റാ. വെയിറ്റ് ചെയ്യൂ, ഇത് കഴിയട്ടെ. ചായ എടുക്കട്ടെ? ഒരു നല്ല ചായ. വേണ്ട. എന്താ പേര്? ഗോവിന്ദൻകുട്ടി. അപ്പൊ എന്നെ കാണാല്ലേ? എന്താ അങ്ങനെ ചോദിച്ചത്? അയ്യോ, ഞാൻ പറയണ കേൾക്കാനും പറ്റണം. ഒന്ന് തൊട്ടേ തൊട്ടേ തൊട്ടേ. അയ്യോ, തൊട്ടെന്ന് പറയുന്നു. എന്താ പ്രശ്നം? അതെ, അങ്ങനെ എല്ലാവർക്കും എന്നെ കാണാനും ഞാൻ പറയുന്ന കേൾക്കാനും പറ്റില്ല ഗോവിന്ദൻകുട്ടി. ഇതിപ്പോ എല്ലായിടത്തും ഇറങ്ങിയിട്ടുണ്ടോ? റീത്ത എന്നല്ലേ പേര്? ചേട്ടൻ അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടമെങ്കിൽ വിളിച്ചോ, പക്ഷെ ഞാൻ മായ. മായ എന്ന് പറഞ്ഞാ ഇതാണോ പേരാണോ? പേര് ചെല്ലാൻ പറഞ്ഞു. ആര്? ഡോക്ടർ. പോവാണോ? വരാം. അയ്യോ, ഇരിക്കെ. എന്താ ശ്രീകുമാർ എവിടെ? അവനെ നോക്കുന്നതിന് മുമ്പ് എന്നെ നന്നായിട്ടൊന്ന് നോക്കണം ഡോക്ടർ. എന്തു പറ്റി? വായുവിലൂടെ ഒരു കപ്പ് ശ്വാസം ഇങ്ങനെ വരുക. ശ്രീകുട്ടൻ അത് കൂളായിട്ട് വാങ്ങിച്ച് കഴിച്ചതിന് ശേഷം വായുവിന് കൊടുത്തു. വായു അതും കൊണ്ടങ്ങ് പോയി. എന്താ ഡോക്ടർ ഇതിന്റെയൊക്കെ അർത്ഥം? എനിക്കിപ്പോ അവനെ കാണുന്നത് തന്നെ പേടിയാ. ഓ, ഇതായിരുന്നാ ഞാൻ വായു വന്ന് വിചാരിച്ച്. ഗോവിന്ദൻകുട്ടിക്ക് എന്നെ കാണാൻ ഡോക്ടർ. വെരി ഗുഡ്. പുറത്തിരിക്കൂ, വിളിക്കാം. ആരാത്? എന്റെ ഒരു പേഷ്യന്റ് ആണ്. വട്ടായിരുന്ന? ആ,
തൻ്റെ ശ്രീകുമാറിനെ പോലൊരു കേസ്. അവളെ ആർക്കും കാണാൻ പറ്റില്ലെന്നാണ് അവളുടെ വിചാരം. ഞാൻ കയറി സംസാരിച്ച് കുഴപ്പമാവൂ? ഏയ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. വായുവിലൂടെ എന്തെങ്കിലും പോകുന്നത് ഗോവിന്ദൻകുട്ടി കണ്ടു എന്ന് പറഞ്ഞത് സത്യമാണെങ്കിൽ നന്നായി. നന്നായോ? ആ, നൗ ഐ ആം റിയലി ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് കേസ്. ഇതുപോലെ ഒരു കേസ് ഒരു സൈക്കാട്രിസ്റ്റിന് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു അപൂർവ സൗഭാഗ്യമാണ്. എനിക്കിതിൻ്റെ വേരുകളോളം ആഴ്ന്നിറങ്ങി ചെല്ലണം. അവൻ ഇങ്ങനത്തെ അസുഖമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കും കാണുമല്ലോ കുറച്ചൊക്കെ. ഞാനും കണ്ടല്ലോ വായുവിലൂടെ. ഇതങ്ങനെ പകരുന്ന അസുഖമൊന്നുമല്ല. തനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് വേണ്ടത് ശ്രീകുമാറിനെയാ. ഗോവിന്ദൻകുട്ടി പൊക്കോ. ഗോവിന്ദൻകുട്ടി, ഏ? ഞാനും വരട്ടാ. എവിടെ? എന്തിന്? കല്യാണം കഴിക്കാൻ. ഇത്ര പെട്ടെന്ന്? ആ, ഗോവിന്ദൻകുട്ടിക്ക് എന്നെ കാണാൻ പറ്റാതെ പിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. ഞാനൊന്ന് റെഡി ആവണ്ടേ? എന്ത്? മണവാളന്റെ ഡ്രസ്സൊക്കെ ഇട്ട് അടുത്ത പ്രാവശ്യം വരുമ്പം ഡെഫിനറ്റ് കല്യാണം. അയ്യോ അയ്യോ, പറ്റില്ല പറ്റില്ല, എന്നെ ഇപ്പൊ കെട്ടിയേ പറ്റൂ. ആ, മായേ, മായേ, അയ്യോ ഇവിടെ നിന്നൊരു സുന്ദരി പെണ്ണെവിടെ? അയ്യോടാ, അതേ നിക്കണു. അയ്യോ ഒന്നും കേൾക്കാനും വയ്യ. മായേ, 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 ഗോവിന്ദൻകുട്ടി, മായേ. എന്താണ് ഗോവിന്ദൻകുട്ടി? പേടിച്ച് ആദ്യം പിടിച്ചിരിക്കുമ്പോഴേ അവന്റെ ഒരു വരവ്. നിന്റെ അടുത്ത് ആര് പറഞ്ഞു ഈ സാധനം എന്റെ മുഖത്തോട്ട് കൊണ്ടുവരാൻ? ചായയുടെ ഗോവിന്ദൻകുട്ടി, നിന്റെ അടുത്ത് ഞാൻ ചായ ചോദിച്ചാ? ഞാനൊരു ചായ ഇട്ടപ്പോ നിനക്ക് കൊണ്ടുവന്നു. വേണ്ടേ? വേണ്ട, വേണ്ട, കൊണ്ടുവാ. ഇന്നോ. ഓ, എന്താ ചൂട്. ചൂടാ? കൊണ്ടുപോ. കൊണ്ടുപോവാ. അല്ല, ഇത്രയൊക്കെ കണ്ട സ്ഥിതിക്ക് ശ്രീ അങ്ങനെ വിടുന്നത് ശരിയാണോ? അതുവല്ലം പറ. അവന്റെ അമ്മയാണെങ്കിൽ വിളിയോടെ വിളി, മന്ത്രക്കളത്തിലിരുത്താൻ കൂട്ടിക്കൊണ്ടിയല്ലേ. അന്നവൻ ഡോക്ടർ അടുത്ത് വരാൻ സമ്മതിച്ചല്ലേ? അപ്പോഴല്ലേ ആ സാധനം വന്ന് കയറിയത്. ഏത് സാധനം? മറ്റേ സാധനം. ഓ, ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? ഗോവിന്ദൻകുട്ടി, ഉം. എനിക്കൊരു ഐഡിയ. എന്താ? പ്ലാനിൽ അടുത്തുകൂടി എങ്ങനെയെങ്കിലും കുറച്ച് ഉറക്ക ഗുളിക അവന് കൊടുക്കാം. തളർന്നുറങ്ങി കഴിയുമ്പോ ഡോക്ടറിന്റെ അടുത്തോ മന്ത്രവാദിയുടെ അടുത്തോ കൊണ്ടുപോകാം. അത് നല്ലൊരു ഐഡിയ. ആ. ബാധയാവുമ്പോ മന്ത്രവാദിയാ നല്ലത്. കുറച്ച് സ്ട്രോങ് ഡോസിൽ കൊടുക്കാം. അതെ അതെ. വാ. വാ. എല്ലാം രഹസ്യമായിരിക്കണം. ആ. അല്ല, അത് ആ എന്താ? ആ ഇട്ടോളൂ. എന്തോന്ന്? ഉറക്ക ഗുളിക. അത് നീ എങ്ങനെ അറിഞ്ഞു? റീത്ത ഇവിടെ ഉണ്ടായിരുന്നു. റീത്ത പറഞ്ഞു. ദേ പിന്നെ റീത്ത. പിന്നെ ഉണ്ട്. നീ എന്തിനാ കപ്പ് സോസറും കണ്ട് ഭയക്കുന്നത്? പിന്നെ ആ പെങ്കൊച്ച് ഇവിടെ നിൽക്കുമ്പോ അവളുടെ മുമ്പിൽ വെച്ച് നീ ഷഡ്ഡി മാറിയല്ലേ? അയ്യോ, അപ്പൊ അതും കണ്ടോ? ഏത്? വസ്ത്രം മാറുന്നത്. പിന്നല്ലാതെ. This is cheating, this is cheating. നിങ്ങൾ എന്താ ഇങ്ങനെ എന്നോട്? എടാ, എനിക്ക് യാതൊരു അസുഖവും ഇല്ല. എന്റെ കൂടെയുള്ളത് ഒരു ബാധയുമല്ല. പിന്നെ എന്ത് പണ്ടാരോടത്? എവിടെയോ പരമനിസ്സഹായായി കിടക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും അധമന്മാരുടെ ബന്ധനത്തിൽ അനങ്ങാനാവാതെ കിടക്കുന്ന സാധുവായ ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ എത്തിയിരിക്കുന്ന അവളുടെ പ്രതിരൂപമാണിത്. അവളുടെ ജീവ തേജസ്. ഈ പാവത്തിന് യഥാർത്ഥ റീത്തയെ കണ്ടെത്താനുള്ള എൻ്റെ ദൗത്യത്തിന് കൂടെ നിന്ന് സഹായിക്കുകയാണ് വേണ്ടത്, അല്ലാതെ ഉറക്കി കിടത്തുകയല്ല. എൻ്റെ മുൻപിൽ ഇപ്പോൾ ഒരു വഴി തെളിഞ്ഞിട്ടുണ്ട്. പാമ്പിനെ അതിൻ്റെ മാളത്തിൽ പോയി തേടാതെ പാമ്പ് എന്നെ തേടി വരാൻ പ്രേരിപ്പിക്കുന്ന ഒരു വഴി. റീത്ത കണ്ടെടുത്ത സത്യങ്ങൾ പേപ്പറിലൂടെ ഞാൻ വിളിച്ചു പറയാൻ പോവുകയാണ്, ഒരു ഫീച്ചർ പോലെ. പക്ഷെ അതിന് എനിക്ക് നിങ്ങളുടെ സഹായം വേണം. എന്ത് സഹായമാണ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്? പറയാൻ പറ്റില്ല, ചിലപ്പോൾ പലതും. ബുദ്ധിക്ക് നിരക്കാത്തതാണെങ്കിലും നിന്റെ കണക്കൂട്ടലുകൾ ഒരിക്കലും തെറ്റില്ലെന്ന് എനിക്കറിയാം. ഞാനുണ്ട് നിന്നോടൊപ്പം, എന്തിനും എവിടെയും ഏത് പാതിരാക്കും. പോരെ? താങ്ക് യു. എന്നാ പിന്നെ ഞാനും ഉണ്ട്. എന്താ വേണ്ടത്? ആദ്യം വേണ്ടത് എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങൾ എൻ്റെ കൂടെയുള്ള ആളിൻ്റെയും സുഹൃത്തുക്കളാകുക എന്നതാണ്. ദേ റീത്ത ഇവിടെ നിൽക്കുന്നു, നിങ്ങളുടെ സൗഹൃദവും പ്രതീക്ഷിച്ച്. കമാൺ കമാൺ. ചെല്ല് ചെല്ല്. ഹലോ റീത്ത. റൈറ്റ്. ഓ, ഹലോ റീത്ത. റീത്ത, ഞാൻ എന്താ? നിനക്ക് കാണാമോ? പിന്നെ എനിക്ക് കാണാൻ പറ്റുന്നില്ലടാ. കോൺസെൻട്രേറ്റ് ചെയ്യണം റീത്ത. റീത്ത, ഞാൻ പിന്നെ ഞാൻ കണ്ടടാ. ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തടാ. എന്നാ എന്താ ഡ്രസ് ഇട്ടിരിക്കുന്നത്? പച്ച സാരി ചുമന്ന ബ്ലൗസും. നീ കണ്ട? കണ്ടു. ദേ ഇപ്പൊ അങ്ങോട്ട് തിരിഞ്ഞു. ഹലോ റീത്ത. റീത്ത ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുമല്ലോ. റീത്ത ഇങ്ങോട്ട് തിരിഞ്ഞാ നിൽക്കുന്നത്. ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. ഇങ്ങോട്ട് തിരിഞ്ഞാ നിൽക്കുന്നത്. അങ്ങോട്ട് തിരിഞ്ഞു തന്നെ, പക്ഷെ കണ്ണും മൂക്കും ഇങ്ങോട്ടാ. കണ്ണു നോക്ക് അങ്ങോട്ട്.
ആണോ? എനിക്ക് വയ്യ. ഇപ്പൊ ഫുൾ ഇങ്ങോട്ട് തിരിഞ്ഞു. ഇങ്ങോട്ട് തിരിഞ്ഞല്ലേ ശ്രീ നിൽക്കുന്നത്? എങ്ങോട്ടും അല്ല, റീത്ത ഇപ്പൊ ഇവിടെ ഉണ്ട്. ദിസ് ഇസ് ചീറ്റിംഗ്, ദിസ് ഇസ് ചീറ്റിംഗ്, ദിസ് ഇസ് നോട്ട് ഫെയർ. അല്ലടാ, ദേ എന്റെ അടുത്തുണ്ട്. നീ ഇങ്ങോട്ട് നോക്കി സംസാരിക്കേ. എങ്ങോട്ട്? ഇങ്ങോട്ട് നോക്കി. നിന്റെ കക്ഷത്താ പിടിച്ചു വെക്കാ. ഇങ്ങോട്ട് വിടറാ. ദാ. വിട്ടാ. ആ, റീത്ത, ഞാൻ കാണുന്നില്ലെങ്കിലും ഇനി എന്നും എന്റെ കാണാമറയത്തുണ്ട്. റീത്ത, ഞാൻ കേൾക്കുന്നില്ലെങ്കിലും ഇനി എന്നും എന്റെ കാതോരത്തുണ്ട്. മനസ്സുകൾ തമ്മിൽ ചേർന്നിരിക്കുന്നു.